നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തുള്ള എല്ലാ ജനങ്ങൾക്കും, ഒട്ടുമിക്ക ജനങ്ങൾക്കും തിരുവനന്തപുരത്തെ ജൂബിലി ആശുപത്രിയെക്കുറിച്ച് അറിവുണ്ടായിരിക്കും. ജൂബിലി ആശുപത്രി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നല്ല പേര് കേട്ട ഒരു ആശുപത്രി തന്നെയാണ്. ഈ വൈദികരുടെ നേതൃത്വത്തിലാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത്. ഇപ്പോഴെന്നാൽ ഈ ആശുപത്രിയിൽ നിന്നും ചികിത്സാ പിഴവ് കേൾക്കുകയാണ്. അതും ഗുരുതരമായ ചികിത്സാ പിഴവ് തന്നെയാണ് കേൾക്കുന്നത്. ഇത് പേരെടുത്ത് പറഞ്ഞുകൊണ്ട്, ആശുപത്രിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് മുഖ്യധാര മാധ്യമങ്ങളിലെല്ലാം തന്നെ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ സ്കാനിംഗ് റിപ്പോർട്ട് അടക്കമാണ് ഈ തെളിവ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഗുരുതരമായ പ്രശ്നമാണ്. സെപ്റ്റംബറിൽ ആശുപത്രിയിൽ ഒരു യുവാവ് എത്തുകയാണ്. അദ്ദേഹത്തിന്റെ കാലിനും ഇടുപ്പിലിനും ഒക്കെ തന്നെ അസാധ്യമായ വേദനയുണ്ട്. നടക്കാൻ കഴിയുന്നില്ല എന്ന രീതിയിലാണ് അദ്ദേഹം ആശുപത്രിയിൽ എത്തുന്നത്. പൂർണ്ണമായി ചികിത്സിച്ച് ഡോക്ടർമാർ പറഞ്ഞത് രക്തയോട്ടം കൂട്ടാനുള്ള ശസ്ത്രക്രിയ നടത്തണം എന്നാണ്. ആദ്യം വലത്തെ കാലിനും ഇടത്തെ ഇടുപ്പിലിനുമാണ് ശസ്ത്രക്രിയ നടത്തിയത്. പിന്നീട് 6 മാസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. 6 മാസം കഴിഞ്ഞപ്പോൾ മറ്റേ ഇടത്തെ കാലിനും വലത്തെ ഇടുപ്പിലിനും ശസ്ത്രക്രിയ നടത്തി. ഡ്രില്ല് ചെയ്താണ് ശസ്ത്രക്രിയ നടത്തിയത്. ഈ ഡ്രില്ല് ചെയ്തതിന് ശേഷം ഇദ്ദേഹത്തിന് നടക്കാനോ ഇരിക്കാനോ കിടക്കാനോ കഴിയാത്ത തരത്തിൽ വേദനയായിരുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരം ജൂബിലി മെമ്മോറിയൽ ആശുപത്രിക്കെതിരെയാണ് ചികിത്സാ പിഴവ് ഉണ്ടായത് എന്നാണ് പരാതി പറയുന്നത്. ഇടുപ്പെല്ലിൽ ശസ്ത്രക്രിയ ചെയ്യുന്നതിനിടയിലാണ് ചികിത്സാ പിഴവ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ സഹിക്കവയ്യാതെയുള്ള വേദന കാരണം ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ ഡോക്ടർ സ്കാൻ എടുത്ത് നോക്കിയപ്പോൾ ഡോക്ടർ തന്നെയാണ് തങ്ങൾക്കുണ്ടായ ഒരു പിഴവ് മനസ്സിലാക്കി ഈ രോഗിയോട് പറഞ്ഞത്. രക്തയോട്ടം കൂട്ടാനുള്ള ശസ്ത്രക്രിയക്കിടെ ഡ്രിൽ ബിറ്റ് ഒടിഞ്ഞ് കയറിയിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. മലയങ്കിഴി സ്വദേശി ജിജിൻ ജോസിന്റെ ഇടത് ഇടുപ്പ് എല്ലിലാണ് ഡ്രിൽ ബിറ്റ് ഒടിഞ്ഞ് കയറിയത്. ജിജിന്റെ പരാതിയിൽ കൺട്രോൾമെന്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ലോഹ കഷ്ണം നീക്കം ചെയ്യാനാകില്ലെന്നും ലോഹ കഷ്ണം ഇരിക്കുന്നതിനാൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നും രോഗിയെ അറിയിച്ചതെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇത് ഡോക്ടറെ തന്റെ ഭാഗത്തുനിന്നും ഈ ഒരു പിഴവ് സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ രോഗി വല്ലാതെ വിഷമിക്കുകയും ബഹളം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ രോഗിയെ പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു. ചില ഈ ധാരണ പ്രകാരം രോഗിയും ബന്ധുക്കളും തൽക്കാലം കേസൊന്നും കൊടുക്കണ്ട എന്ന രീതിയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. മാത്രമല്ല, അവർ പറഞ്ഞത് ഈ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുമുള്ള ഈ ഒരു പണവും അല്ലെങ്കിൽ ബില്ലും ഞങ്ങൾ വഹിച്ചുകൊള്ളാം, ഏത് ചികിത്സ വേണമെങ്കിൽ ഞങ്ങൾ തന്നുകൊള്ളാം എന്നൊരു ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ പിന്നീട് ചികിത്സയൊന്നും തന്നെ അവർ നൽകിയതുമില്ല. മാത്രമല്ല, പണവും അവർ അടച്ചില്ല. മുഴുവൻ തുകയും ഈ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു അമളി പറ്റി എന്ന് അറിഞ്ഞിട്ട് പോലും മുഴുവൻ തുകയും ഈ രോഗിയെ കൊണ്ട് തന്നെ ഈ ജിജിനെ കൊണ്ട് തന്നെയാണ് ഇവർ അടപ്പിച്ചതും. അതിനുശേഷം പിന്നീട് ജിജിനെ നിൽക്കാനോ ഇരിക്കാനോ കഴിയാത്ത തരത്തിലുള്ള വേദനയാണ് ഉണ്ടായത്. ഡോക്ടറിനെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഞാൻ ജൂബിലി ആശുപത്രിയിൽ നിന്ന് മാറി ഇപ്പോൾ മറ്റൊരു സ്ഥലത്താണ് ഞാൻ സർവീസ് നടത്തുന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ജൂബിലി അധികൃതരെ വിളിച്ചപ്പോഴും വൈദികരെ വിളിച്ചപ്പോഴും പറഞ്ഞത് മറ്റൊരു ഡോക്ടർ നിങ്ങളെ വിളിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ ഡോക്ടർ വിളിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ രോഗിയോട് പറഞ്ഞ് മനസ്സിലാക്കി, അതായത് ഈ ഡ്രിൽ ബിറ്റ് അകത്തിരിക്കുന്നത് കൊണ്ട് തന്നെ രോഗിക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല എന്ന് രോഗിയെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയിരുന്നു. അതിനുശേഷമാണ് വിട്ടയച്ചത്. രോഗിയും ഇത് സമ്മതിച്ചുകൊണ്ടാണ് തിരിച്ചു വീട്ടിലേക്ക് പോയത്. ഇപ്പോൾ ഏതായാലും ഞങ്ങൾ പ്രതികരിക്കുന്നില്ല, കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി രോഗിയെയും മാധ്യമങ്ങളെയും വിളിച്ചിരുത്തി നമ്മൾ കൃത്യമായി തന്നെ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ ഒരു പരസ്യ പ്രതികരണത്തിന് രോഗിയും തയ്യാറാകാത്തതാണ് ഇവിടെ ഉള്ള ഒരു കാര്യം. എന്തായാലും ഉണ്ടായിരിക്കുന്നത് ഗുരുതരമായ പിഴവ് തന്നെയാണ്. ഇനി മറ്റാരുടെയും സമ്മർദ്ദ ഫലമായിട്ടാണോ രോഗി ഇത്തരത്തിൽ പരാതി കൊടുത്തത് എന്ന് പോലും പലരും ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ജൂബിലി ഡോക്ടർമാർ കൃത്യമായി ഇടപെടാത്തത്, അല്ലെങ്കിൽ സഹായം വാഗ്ദാനം ചെയ്തിട്ടും അത് നടപ്പിലാക്കാത്തെന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഏതായാലും കൃത്യമായ വിവരങ്ങൾ വരും ദിവസങ്ങൾ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം തിരുവനന്തപുരത്തെ ഒന്നടങ്കം ജനങ്ങളും നമ്മുടെ ഈ ബേക്കറി ജംഗ്ഷനിലുള്ള ജൂബിലി ആശുപത്രി അന്വേഷിച്ച് പോകുന്നവരാണ്. നിരവധി ആളുകളുടെ ശസ്ത്രക്രിയകൾ അവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നടത്താൻ അവിടെ ഡേറ്റ് ഇട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കൃത്യമായി തന്നെ അവർ ഇതിനുള്ള തെളിവുകളും ഇതിനുള്ള വീഴ്ച എന്താണ് പറ്റാനുള്ള കാരണം അടക്കമുള്ള കാര്യവും പറയും. ഡ്രില്ലിങ്ങിനിടയിലാണ് ഈ ഒരു ഡ്രിൽ ബിറ്റ് ഒടിഞ്ഞ് അകത്ത് കയറി ഇരിക്കുന്നത്. എന്തായാലും ജിജിന് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിരിക്കുന്നു. ജിജിൻ കൃത്യമായി തന്നെ തൻ്റെ ഭാഗത്തും തെറ്റില്ല എന്നുണ്ടെങ്കിൽ ജിജിൻ കൃത്യമായി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ജിജിൻ്റെ അവസ്ഥ പറയേണ്ടതുണ്ട്. കാരണം ഇങ്ങനെ ഒരു അവസ്ഥ ഇനി ആർക്കും സംഭവിക്കാതിരിക്കണമെങ്കിൽ ജിജിൻ തുറന്നു പറയുക തന്നെ വേണം.